Hello, my dear students. CUET model examinde ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ നമ്മൾ കടക്കുകയാണ്. അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബോട്ടണി ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് ജെനറ്റിക്സിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കിയേ. A few statements describing certain features of reproduction are given below. Gametic fusion takes place, transfer of genetic material takes place, reduction division takes place, progeny have some resemblance with parents. Select the options that are true for both asexual and sexual reproduction from the options given below. അപ്പോൾ റീപ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്ത 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അസെക്ഷുവൽ റീപ്രൊഡക്ഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷനും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കാം. ഗാമിറ്റിക് ഫ്യൂഷൻ ടേക്സ് പ്ലേസ് സെക്ഷുവലിൽ മാത്രമേ ഉള്ളൂ. ട്രാൻസ്ഫർ ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ ടേക്സ് പ്ലേസ് അത് സെക്ഷുവലിലും സെക്ഷുവലിലും ഉണ്ട്. സെക്ഷുവൽ ഇപ്പോൾ മൈറ്റോസിസ് വഴിയാണെങ്കിലും പാരൻറ്റിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ തന്നെയാണ്, അതിൻ്റെ ഒരു കോപ്പിയാണ് യങ് വണ്ണിലേക്ക് പോകുന്നത്. സെക്ഷുവലാണെങ്കിൽ പിന്നെ നമുക്കറിയാം. റിഡക്ഷൻ ഡിവിഷൻ ടേക്സ് പ്ലേസ് അതും റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ന് പറയുന്നത് സെക്ഷുവലിലാണ്. പ്രോജനി ഹാവ് സം റിസംബ്ലൻസ് വിത്ത് പാരൻസ് അത് ഉണ്ടാവും. പ്രോജനിക്ക് റിസംബ്ലൻസ് എന്ന് പറയുന്നത് സെക്ഷുവലിലാണെങ്കിൽ റിസംബ്ലൻസ്, സെക്ഷുവലിലാണെങ്കിൽ മാക്സിമം റിസംബ്ലൻസ് ഉണ്ടാകും. എന്തായാലും റിസംബ്ലൻസ് ഉണ്ടാകും എന്നുള്ളത് രണ്ടിനും ബാധകമാണ്. സോ ആൻസർ 2 and 4 ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 and 4 എന്ന് പറയുന്നത് ഏതാണ്? സി ഓപ്ഷൻ. ആൻസർ സി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. നോക്കിക്കോ. A dicot plant bears flowers but never produces fruits and seeds. The most probable cause for the above situation is. ഒരു ഡൈക്കോട്ട് പ്ലാന്റ് ഫ്ലവർ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഫ്ലവർ ചെയ്യുന്ന ഒരു തരത്തിലും ഫ്രൂട്ടോ സീഡോ ഒന്നും ഉണ്ടാവുന്നില്ല. അതിൽ ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള റീസൺ ഏതാണെന്നാണ്. പ്ലാന്റ് ഈസ് ഡയേഷ്യസ് ആൻഡ് ബെയർസ് ഓൺലി പിസ്റ്റലേറ്റ് ഫ്ലവേഴ്സ്. ഡയേഷ്യസ് എന്ന് പറയുമ്പോൾ യൂണിസെക്ഷൽ പ്ലാന്റ്സ് ആണ്. മെയിൽ ഫ്ലവേഴ്സ് ഫീമെയിൽ ഫ്ലവേഴ്സ് വേറെ വേറെ പ്ലാന്റുകളിലാണ് ഉണ്ടാവുന്നത്. പിസ്റ്റലേറ്റ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ഫ്ലവേഴ്സാണ്. ഫീമെയിൽ ഫ്ലവേഴ്സുള്ള ഫീമെയിൽ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് അത് ഫ്രൂട്ട് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയാൻ പറ്റില്ല. പ്ലാന്റ് ഈസ് ഡയേഷ്യസ് ആൻഡ് ബെയർസ് ബോത്ത് പിസ്റ്റലേറ്റ് ആൻഡ് സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സ്. പിസ്റ്റലേറ്റ് ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ്. പ്ലാന്റ് ഈസ് മൊണീഷ്യസ് എന്ന് പറയുമ്പോൾ ബൈസെക്ഷൽ ഇൻ ദ സെൻസ് മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും ഒരേ പ്ലാന്റിൽ തന്നെ കാണും. അങ്ങനെയാണെങ്കിലും ഫ്രൂട്ട് വരാം. പ്ലാന്റ് ഈസ് ഡയേഷ്യസ് ആൻഡ് ബെയർസ് ഓൺലി സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സ്. അപ്പോൾ ഇതിൽ ഈ 4 ഓപ്ഷൻസിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷനാണ്. അതായത് യൂണിസെക്ഷൽ പ്ലാന്റ് ആണ്. അതിൽ സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സ് മെയിൽ ഫ്ലവേഴ്സ് ആണുള്ളത്. മെയിൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഒരിക്കലും അത് ഫ്രൂട്ട് ആകത്തില്ലല്ലോ. അപ്പോൾ ആൻസർ ഡി ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3. Which of the following structures are haploid in nature? Haploid in nature. Nucellus and antipodals. Nucellus diploid ആണ്, സ്പോറോഫൈറ്റിൻ്റെ പാർട്ടാണ്. ആൻറ്റിപോഡൽസ് ഹാപ്ലോയിഡ് ആണ്. മൈക്രോസ്പോർ ആൻഡ് ആൻറ്റിപോഡൽസ് ഹാപ്ലോയിഡ് ഇൻ നേച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൈക്രോസ്പോർ ആൻഡ് ആൻറ്റിപോഡൽസ് ഹാപ്ലോയിഡ് ആണ്. എഗ് സെൽ ആൻഡ് ആൻറ്റിപോഡൽസ് അതും ഹാപ്ലോയിഡ് ആണ്. എഗ് ആൻഡ് സെൻട്രൽ സെൽ N+N ആണ്, അതായത് പോളാർ ന്യൂക്ലിയായി. എഗ് സെൽ ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു കറക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എഴുതിയിരിക്കുന്നതിൽ നിന്നൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. മൈക്രോസ്പോർ ആൻഡ് ആൻറ്റിപോഡൽസ് അത് ആക്ച്വലി മൈക്രോസ്പോർ മദർ സെൽ ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. മൈക്രോസ്പോർ ഹാപ്ലോയിഡ് ആണ്, ആൻറ്റിപോഡൽസും ഹാപ്ലോയിഡ് ആണ്. ആൻസർ എഗ് സെൽ ഹാപ്ലോയിഡ്, ആൻറ്റിപോഡൽസ് ഹാപ്ലോയിഡ്. അപ്പോൾ ഇവിടെ ആക്ച്വലി മൈക്രോസ്പോർ മദർ സെൽ അങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കറക്റ്റ് ചെയ്ത് വന്നിരുന്നത്. മൈക്രോസ്പോർ മദർ സെൽ. ഓക്കെ, അപ്പോൾ ആൻസർ സി ഓപ്ഷനാണ്. ഓക്കെ, ഫിലിഫോം അപ്പാരറ്റസ് പെർഫോംസ് ദ ഫങ്ഷൻ ഓഫ് ഓപ്പണിംഗ് ദ പോളൻ ട്യൂബ് അല്ല, ഗൈഡിങ് ദ പോളൻ ട്യൂബ് ടു എഗ് അല്ല, എൻട്രി ഓഫ് പോളൻ ട്യൂബ് ഇൻ ടു ദ സിനർജിഡ്. എംബ്രിയോസാക്കിനകത്തേക്ക് ഈ പോളൻ ട്യൂബ് കയറുന്നത് ഒരു സിനർജിഡിനെ പെനട്രേറ്റ് ചെയ്താണ്. അപ്പോൾ അത് ഫിലിഫോം അപ്പാരറ്റസ് ആണ് ഗൈഡ് ചെയ്യുന്നത്. prevents growth of more than one pollen tube alla. So entry of pollen tube into the synergid. C ആണ് answer. Okay.
Right. Then question number 5. The function of tapetum in microsporangium is. Microsporangium tapetum's function എന്താണ്? It nourishes the developing pollen grain. അതാണ് ആൻസർ. ന്യൂട്രീഷൻ ഫംഗ്ഷൻ ആണ് tapetumത്തിന്. It performs a function of protection ഇല്ല. It helps in dehiscence of anther to release pollen grains. അത് മറ്റ് anther wall layers ആണ് ചെയ്യുന്നത്. It undergoes meiotic division to perform microspore tetrads. മൈക്രോസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടന്നാണ് മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടാവുന്നത്. അപ്പോൾ ആൻസർ എ ഓപ്ഷനാണ്. ഓക്കെ. Question number 6. Which hormone of the pituitary gland regulates Sertoli cells? Sertoli cellsന്റെ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് there is a pituitary hormone. അപ്പോൾ ഏതാണ് ആ പിറ്റ്യൂട്ടറി ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. മെയിൽസിൽ ഹാസ് എ ഫംഗ്ഷൻ. It stimulates Sertoli cells. Follicle stimulating hormone from pituitary will stimulate the follicle Sertoli cells. Okay. Question number 7. Correct sequence of stages of spermatogenesis. Spermatogenesis in the process ആണ് ചോദിച്ചിട്ടുള്ളത്. Spermatogenesis begins from mitotic division of spermatogonia. എന്നിട്ട് ഗ്രോത്ത് സ്റ്റേജിലേക്ക് വരുമ്പോൾ യു ഗെറ്റ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് which undergoes meiosis to form secondary spermatocyte which later forms into spermatid and spermiation എന്ന് പറഞ്ഞ പ്രോസസ്സിൽ spermiogenesis എന്ന് പറഞ്ഞ പ്രോസസ്സിൽ spermatid is converted to functional sperms. So 7th one answer is option C. 8th question. Seminal plasma of human fluid. Seminal plasma in human are rich in fructose and calcium. Seminal plasma are rich in fructose and calcium. They provide nourishment to the developing sperm. Signals for parturition. Parturition എന്ന് പറഞ്ഞാൽ ചൈൽഡ് ബർത്ത് ആണ്. Signals for parturition originates from placenta as well as fully developed fetus. Placenta and fully developed fetus. In vitro fertilization involves, in vitro, in lab, involves the transfer of into the fallopian tube, either zygote or embryo up to 8-celled stage into the fallopian tube. Option D. Question number 10, option D. Which one of the following is an example of polygenic inheritance? ജെനറ്റിക്സ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. പോളിജീനിക് ഇൻഹെറിറ്റൻസ്. സ്കിൻ കളർ ഇൻ ഹ്യൂമൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഒരു ക്യാരക്ടറിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ ഒന്നിലധികം ജീൻസ് കാണുക. ദാറ്റ് ഇസ് എ പോളിജീനിക് ഇൻഹെറിറ്റൻസ് ഓർ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെറിറ്റൻസ് ഓർ ക്യുമുലേറ്റീവ് ഇൻഹെറിറ്റൻസ് എന്നൊക്കെ പറയും. സ്കിൻ കളർ ഇൻ മാൻ, ഫ്ലവർ കളർ ഇൻ മിറാബിലസ് ജാലപ്പ, അതായത് 4 o'clock പ്ലാന്റ് ഇൻ കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. പ്രൊഡക്ഷൻ ഓഫ് മെയിൽ ഹണി ബി പാർത്തനോജെനസിസ് വഴി. ബോഡി ഷേപ്പ് ഇൻ ഗാർഡൻ പി എന്നൊക്കെ പറയുന്നത് പോളിജീനിക് അല്ലല്ലോ, സാധാരണ മെൻഡേലിയൻ ക്യാരക്ടറുകളാണ് അതൊക്കെ. സോ എ ഓപ്ഷനാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 12. In Mendel's experiments with garden pea, round seed shape was dominant over wrinkled seeds and yellow cotyledon was dominant over green cotyledon. Which of the following are the expected phenotypes of the cross? ക്രോസ് ഹോമോസൈഗസ് ഡോമിനൻറ്റും ഹെട്രോസൈഗസ് റിസസീവും ആണ്. ഹോമോസൈഗസ് റിസസീവും ആണ്. അപ്പോൾ അതായത് പ്യോർലൈൻ പാരൻസിനെ ക്രോസ് ചെയ്യുമ്പോൾ F1 നമുക്ക് ഹെട്രോസൈഗസ് ആണ് കിട്ടുന്നത്. ഹെട്രോസൈഗസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ എന്തായിരിക്കും, ഡോമിനൻറ്റ് ഫീച്ചറാണ്. F1 ഡോമിനൻറ്റ് ട്രേറ്റ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത് ഫിനോടൈപ്പ്. അപ്പോൾ ഡോമിനൻ്റ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പാണ്. അതുപോലെ കോട്ട്ലിഡൺ യെല്ലോ കളേർഡാണ്. അപ്പോൾ ഓൺലി റൗണ്ട് സീഡ്സ് വിത്ത് യെല്ലോ കോട്ട്ലിഡൺ. F1 അങ്ങനെയല്ല, എല്ലാം ഹെട്രോസൈഗസ് ആയിട്ടാണ് ഉണ്ടാകുന്നത്. അല്ല, ഇങ്ങനെ ഒരു ജീനോടൈപ്പ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും എന്താണ്, റൗണ്ട് യെല്ലോ ആയിരിക്കും അല്ലേ, റൗണ്ട് യെല്ലോ. അപ്പോൾ ആൻസർ ഏതാ വരിക? സി ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 13. ടെസ്റ്റ് ക്രോസ് ഇൻവോൾവ്സ്. ടെസ്റ്റ് ക്രോസ് എന്താണ്? ക്രോസിംഗ് ബിറ്റ്വീൻ 2 ജീനോടൈപ്സ് വിത്ത് ഡോമിനൻറ്റ് ട്രേറ്റ് അല്ല, ക്രോസിംഗ് ബിറ്റ്വീൻ 2 ജീനോടൈപ്സ് വിത്ത് റിസസീവ് ട്രേറ്റ് അല്ല, ക്രോസിംഗ് ബിറ്റ്വീൻ 2 F1 ഹൈബ്രിഡ്സ് അല്ല, ക്രോസിംഗ് ദ F1 ഹൈബ്രിഡ് വിത്ത് എ ഡബിൾ റിസസീവ് ജീനോടൈപ്പ്. ഡബിൾ റിസസീവ് എന്ന് പറയുമ്പോൾ ഡൈഹൈബ്രിഡിൽ
ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിലാണ് ഡബിൾ റിസസീവ് ജിനോടൈപ്പ് വരുന്നത്. അപ്പോൾ F1 ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഡൈഹൈബ്രിഡ് ആണ്, രണ്ട് ജീനും ഹെട്രോസൈഗസ് ആണ്. അപ്പോൾ ഡോമിനൻ്റ് ട്രേറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഡോമിനൻ്റ് ട്രേറ്റ് കാണിക്കുന്ന ആൾ ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണോ ഹെട്രോസൈഗസ് ഡോമിനൻ്റ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ക്രോസാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൈഹൈബ്രിഡ് ആണ് ഇപ്പോൾ ഇവരോട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അപ്പോൾ ഡൈഹൈബ്രിഡ് എന്ന് പറയുമ്പോഴത്തേക്കും ക്രോസ് ഇങ്ങനെ വരും അല്ലേ, F1 ഡൈഹൈബ്രിഡ് ക്രോസ് ഡബിൾ റിസസീവ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 1:1:1:1 റേഷ്യോ ആണ് ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്, ഫീനോട്ടിപ്പിക് റേഷ്യോയും ജിനോട്ടിപ്പിക് റേഷ്യോ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് എടുക്കാവുന്നത് 4th D ഓപ്ഷനാണ്, D. ഓക്കെ, then question number 14. If a woman marries a normal vision man, their sons will be. Colorblind woman ആണ്, marries a normal vision man. അപ്പം X-linked recessive disorder ആണ് കളർ ബ്ലൈൻഡ്നെസ്, അമ്മയിൽ നിന്ന് മകനിലേക്ക് പോകും. അപ്പോൾ നോർമൽ മാൻ ആണ്. അപ്പോൾ നമ്മളത് മനസ്സിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ക്രോസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ക്രോസ് ചെയ്യുവാണേ. കളർ ബ്ലൈൻഡ് വുമൺ എന്നല്ലേ പറയുന്നത്. എ കളർ ബ്ലൈൻഡ് വുമൺ മാരീസ് എ നോർമൽ വിഷൻ മാൻ. പക്ഷെ കളർ ബ്ലൈൻഡ് വുമൺ ആകണമെങ്കിൽ ഉറപ്പായിട്ട് 2 അലീലും റിസസീവ് ആയിരിക്കണം. ഞാൻ റിസസീവ് അലീലിനെ ഇങ്ങനെ എഴുതുകയാണ്, സ്മോൾ സി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. നോർമൽ മാൻ XY അല്ലേ, ഹെമിസൈഗസ് ആണ്. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന കുട്ടികൾ ഇങ്ങനെയും അതുപോലെ തന്നെ ഇങ്ങനെയും അല്ലേ, അങ്ങനെയല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇഫ് എ കളർ ബ്ലൈൻഡ് വുമൺ മാരീസ് എ നോർമൽ വിഷൻ മാൻ, കാരിയർ അല്ല, കളർ ബ്ലൈൻഡ് വുമൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കളർ ബ്ലൈൻഡ് വുമണ് ഹോമോസൈഗസ് റിസസീവായിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ പെൺകുട്ടി കാരിയറായിട്ട് വരും, പെൺകുട്ടിക്ക് അസുഖമില്ല. ആൺകുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും ദർ സൺസ് വിൽ ബി എന്നാണ്. അപ്പോൾ അത് കാരണം ആൺകുട്ടികളെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്താ, ഓൾ കളർ ബ്ലൈൻഡ് ആയിരിക്കും. ആൺകുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും, കളർ ബ്ലൈൻഡ് ആയിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആൻസർ വന്നിട്ട് ഓൾ കളർ ബ്ലൈൻഡ് ആണ്, അതായത് എ ഓപ്ഷനാണ് ആൻസർ, എ ഓപ്ഷൻ. അപ്പം കാരിയർ ആയിരുന്നെങ്കിൽ പകുതി ആൺകുട്ടികളിൽ ഒരാൾക്ക് 50-50%, ഒരാൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഇല്ല, മറ്റേ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ട്. അമ്മ കാരിയർ ആയിരുന്നെങ്കിൽ, അമ്മ ഇതിപ്പോൾ കളർ ബ്ലൈൻഡ് ആവുന്നതുകൊണ്ടാണ് നമുക്ക് ഉണ്ടാകുന്ന ആൺകുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് കളർ ബ്ലൈൻഡ് ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. സ്റ്റഡി ദ പെഡിഗ്രി ചാർട്ട് ഗിവൺ ബിലോ, വാട്ട് ഡസ് ഇറ്റ് ഷോ? പെഡിഗ്രി നോക്കുക. ഇതിപ്പോൾ അച്ഛനും അമ്മയ്ക്കും അസുഖം ഇല്ല, ഒരു അൺഅഫക്റ്റഡ് ആണ്. കുട്ടികൾക്ക് ഉണ്ട് അല്ലേ, കുട്ടികൾക്ക് ഉണ്ട്. അപ്പോൾ ഇൻഹെറിറ്റൻസ് ഓഫ് എ കണ്ടീഷൻ ലൈക്ക് ഫിനൈൽ കീറ്റന്യൂറിയ ആസ് എൻ ഓട്ടോസോമൽ റിസസീവ് ട്രേറ്റ്, അതാകാം. കാര്യം എന്താ വെച്ചാൽ അച്ഛനും അമ്മയ്ക്കും ഇല്ലാതെ കുട്ടികൾക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടത് റിസസീവ് ട്രേറ്റ് ആയിരിക്കും. അപ്പം അച്ഛനും അമ്മയും കാരിയേഴ്സ് ആയിരിക്കും. ദ പെഡിഗ്രി ചാർട്ട് ഈസ് റോങ് ആസ് ദിസ് ഇസ് നോട്ട് പോസിബിൾ. ഇല്ല, നമുക്കറിയാം ഫിനൈൽ കീറ്റന്യൂറിയ, സിക്കിൾ സെൽ അനീമിയ, ഇതിലൊക്കെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ഇങ്ങനെയാണ്. ഇൻഹെറിറ്റൻസ് ഓഫ് എ റിസസീവ് സെക്സ് ലിങ്ക്ഡ് ഡിസീസ് ലൈക്ക് ഹീമോഫീലിയ. അങ്ങനെയാണെങ്കിൽ അച്ഛനിൽ നിന്ന് മകളിലേക്കും അമ്മയിൽ നിന്ന് മകനിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ മകൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഈ കേസിൽ എല്ലാ ആൾക്കാരും ഹീമോഫിലിക്കല്ല. അപ്പോൾ അത് കാരണം ഇൻഹെറിറ്റൻസ് ഓഫ് എ റിസസീവ് സെക്സ് ലിങ്ക്ഡ് ഡിസീസ് ലൈക്ക് ഹീമോഫീലിയ. ക്രോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്രോസ് ചെയ്യുക, എക്സ് ലിങ്ക്ഡ് റിസസീവാണ്. അപ്പോൾ അച്ഛന് അസുഖം ഇല്ല, അമ്മ അന്നേരം കാരിയറായിട്ട് വന്നു കഴിഞ്ഞാൽ ആൺകുട്ടിക്ക് അസുഖം വരാം. പിന്നെ അസുഖമില്ലാത്ത ഒരു പെൺകുട്ടി, അതിൽ നിന്നൊരിക്കലും അടുത്ത ജനറേഷനിലേക്ക് വരില്ലല്ലോ, അസുഖം വരില്ലല്ലോ. അപ്പം അത് കാരണം അത് അങ്ങനെ കറക്റ്റ് ആവുകയല്ല. ഇൻഹെറിറ്റൻസ് ഓഫ് എ സെക്സ് ലിങ്ക്ഡ് ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ലൈക്ക് ഫിനൈൽ കീറ്റന്യൂറിയ. ഫിനൈൽ കീറ്റന്യൂറിയ ഇൻബോൺ എറർ ആണ്, പക്ഷേ സെക്സ് ലിങ്ക്ഡ് അല്ല. ഫിനൈൽ കീറ്റന്യൂറിയ എന്ന് പറയുന്നത് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡറാണ്. അപ്പോൾ അതുകൊണ്ട് ഏതേ നമുക്ക് ശരിയാവുള്ളൂ, എ ഓപ്ഷൻ, എ. ഓക്കെ,
Then question number 16. Okay. Amino acid sequence in protein synthesis is decided by the sequence of. അപ്പോൾ പോളിപെപ്റ്റൈഡ് ചെയിനിൽ ഓരോ അമിനോ ആസിഡും നെയിം തീരുമാനിക്കുന്നത് mRNA-യിലെ ട്രിപ്ലറ്റ് കോഡോണുകളാണ്. അപ്പോൾ mRNA-യിലെ സീക്വൻസ് ആണ് അത് തീരുമാനിക്കുന്നത്. സോ സി ഓപ്ഷൻ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. Then question number 17. Anti-parallel strands of a DNA molecule means that anti-parallel എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. One strand turns clockwise അല്ല, one strand turns anti-clockwise അല്ല. The phosphate groups of two DNA strands at their ends share the same position അല്ലല്ലോ. Anti-parallel same position അല്ല. The phosphate groups at the start of two DNA strands are in opposite position. അതായത് ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിൽ ഒരു എൻഡ് 5' ആണ്, 5th കാർബൺ ആണ് ഫ്രീ ആയിട്ട് നിൽക്കുന്നതെങ്കിൽ അടുത്ത സ്ട്രാൻഡിൽ 3' ആയിരിക്കും, 3rd കാർബൺ ആയിരിക്കും, ഷുഗറിൻ്റെ 3rd കാർബൺ ആയിരിക്കും ഫ്രീ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതാണ് ആൻറ്റി പാരലൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഡി ഓപ്ഷൻ. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18. Removal of introns and joining the exons in a defined order in a transcription unit is called splicing. അല്ലേ, HNRNA-യുടെ പ്രോസസ്സിങ്ങിലാണ് ഇത് വരുന്നത്. പ്രോസസ്സിങ് ഓഫ് HNRNA ടു മെച്യൂർ mRNA ഇൻ യൂക്കാരിയോട്സ് അല്ലേ. അപ്പോൾ സ്പ്ലൈസിങ്, കാരണം യൂക്കാരിയോട്ടിക് സ്ട്രക്ചറൽ ജീൻ സ്പ്ലിറ്റ് ജീനാണ്. അപ്പോൾ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് HNRNA ആണ്, അതിനെ പ്രോസസ്സ് ചെയ്താണ്. പ്രോസസ്സിങ്ങിലെ ഒരു സ്റ്റെപ്പാണ് സ്പ്ലൈസിങ്, മറ്റത് ക്യാപ്പിംഗ് ടെയിലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്സാണ്. അപ്പോൾ സ്പ്ലൈസിങ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നെറ്റ് ഇലക്ട്രിക് ചാർജ് ഓൺ DNA ആൻഡ് ഹിസ്റ്റോൺസ് ഈസ്. DNA നെഗറ്റീവ്ലി ചാർജ്ഡും ഹിസ്റ്റോൺ പോസിറ്റീവ്ലി ചാർജ്ഡും ആണ്. അപ്പോൾ സി ഓപ്ഷൻ തന്നെ വന്നിട്ടുണ്ട്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് റെസ്പെക്റ്റീവ്ലി. സി ഓപ്ഷൻ. ഓക്കെ. Then question number 20. നോക്കുക. Which of the following statements is the most appropriate for sickle cell anemia? Sickle cell anemia. Okay. It cannot be treated with iron supplements. ഇല്ല, അനീമിയ ആണെന്ന് പറഞ്ഞിട്ട് അയൺ കൊടുത്ത് ഹിമോഗ്ലോബിൻ കൂട്ടാൻ അങ്ങനെയൊന്നും പറ്റില്ല. ഇറ്റ് ഈസ് എ മോളിക്കുലർ ഡിസീസ്. മോളിക്യൂളിൻ്റെ പ്രോബ്ലമാണ് അല്ലേ. ഹീമോഗ്ലോബിനിലെ ബീറ്റാ ഗ്ലോബിൻ ചെയിൻ അബ്നോർമലായിട്ടുണ്ടാകുന്നതിൻ്റെ പ്രശ്നമാണ്. ശരിയാണ്. ഇറ്റ് കൺഫേഴ്സ് റെസിസ്റ്റൻസ് ടു അക്വയറിങ് മലേറിയ. സിക്കിൾ സെൽ അനീമിയ ഉള്ളവർക്ക് മലേറിയ വരില്ല കേട്ടോ, ക്യാരിയേഴ്സിനും വരില്ല, സിക്കിൾ സെൽഡ് അനീമിക് ആയിട്ടുള്ളവർക്കും വരികയല്ല. അപ്പോൾ ഓൾ ഓഫ് ദ അബവ് ആണ്. ഡി ഓപ്ഷൻ. ഓക്കെ. The concept of chemical evolution, question number 21 നോക്കുക. The concept of chemical evolution is based on ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന കെമിക്കൽ ബയോകെമിക്കൽ ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നതാണ്. ഒറിജിൻ ഓഫ് ലൈഫ് ബൈ കോമ്പിനേഷൻ ഓഫ് കെമിക്കൽസ് അണ്ടർ സ്യൂട്ടബിൾ എൻവയൺമെന്റൽ കണ്ടീഷൻ. സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്തു. ആ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ലേറ്റർ മോഡിഫൈഡ് ഇൻ ടു കോംപ്ലെക്സ് ഓർഗാനിക് മോളിക്യൂൾ. ആ കോംപ്ലെക്സ് ഓർഗാനിക് മോളിക്യൂൾസ് പിന്നീട് ഡിവൈഡിങ് കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തു. ഡിവൈഡിങ് കപ്പാസിറ്റി ഉള്ളവർ പിന്നീട് ദ ഡിവിഷൻ വാസ് കൺട്രോൾഡ് ബൈ ന്യൂക്ലിക് ആസിഡ് ആയി വന്നു. അങ്ങനെ ഗ്രാജുവലി ഒരു സെല്ല് ഇവോൾവ് എന്ന് പറയുന്നത്. ഓക്കെ. ഓപ്ഷൻ സി. When two species of different genealogy origin come to resemble each other as a result of adaptation, the phenomenon is termed as different origin, same characters. Different origin, same characters. It can be called as a convergent evolution. Such an evolution is called a convergent evolution. Analogous organs arise due to the origin of analogous organs. നമ്മളിപ്പോൾ കണ്ടതാണ് different origin, same function. They arise due to convergent evolution. 24. The term health, WHO healthനെ define ചെയ്തിട്ടുണ്ട്. WHO has defined health as a state of complete physical, mental and social well-being എന്ന് പറയും. Health is defined by WHO, World Health Organization, as a complete state of physical, mental and social well-being. Health and disease എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. Organisms which cause diseases in plant and animal. പ്ലാന്റിലും ആനിമൽസിലും ഡിസീസ് കോസ് ചെയ്യുന്ന ഓർഗാനിസംസ് can be called as pathogens എന്ന് പറയാം. Organism which cause disease in plants and animals can be called as a pathogens.
The clinical test that is used for diagnosis of typhoid is caused by Salmonella typhi. The clinical test is a Weidel test. Weidel test is a confirmatory test for typhoid. Diseases are broadly grouped into infectious and non-infectious. Identify the infectious disease. Cancer is a non-infectious disease. Allergy, non-infectious. Whereas smallpox and influenza are infectious. 1 and 3. Another option undo. Infectious disease is 2 and 4. D. 2 and 4. Clear? Okay. Soma clones are obtained by tissue culture soma clones somatic celluകളിൽ നിന്ന് ഉണ്ടാകുന്ന genetically identical ആയിട്ടുള്ള സെല്ലുകൾ അല്ലെങ്കിൽ പ്ലാന്റ്ലെറ്റ്സ് അതിനെയാണ് നമ്മൾ സോമ ക്ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ടിഷ്യൂ കൾച്ചറാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. Breeding of crops with high levels of minerals, vitamins and proteins is called എന്താണ് ബയോഫോർട്ടിഫിക്കേഷൻ അല്ലേ. മിനറൽ കണ്ടൻറ്റ് കൂടുക, വൈറ്റമിൻ കണ്ടൻറ്റ് കൂടുക, ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ കൂട്ടുക, ബയോഫോർട്ടിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ ബാക്കി ഓപ്ഷനൊന്നും നമുക്ക് ഡൗട്ട് വരേണ്ട ഒരു കാര്യമില്ല, അത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ്. ബയോഫോർട്ടിഫിക്കേഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 30. Jaya and Ratna developed for green revolution in India the varieties of rice അല്ലേ. അതൊക്കെ നമുക്ക് ഒരു തരത്തിൽ നമ്മൾ തെറ്റിക്കാൻ പാടില്ല, കാര്യം ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യനുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 31. The vitamin whose content increases following the conversion of milk into curd by lactic acid bacteria is. ഏത് വൈറ്റമിനാണ് കേർഡിലുള്ളത്? വൈറ്റമിൻ B12 അല്ലേ. കേർഡ് ആണ് റിച്ച് ഇൻ വൈറ്റമിൻ B12. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32. Wastewater treatment generates a large quantity of sludge which can be treated by. Wastewater treatment generates a large quantity of sludge which can be treated by anaerobic digesters അല്ലേ. അതായത് നമ്മൾ ഈ ഫ്ലോക്കുകളുണ്ടല്ലോ, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഫ്ലോക്കുകളെ പിന്നെ നമ്മൾ നശിപ്പിക്കുന്നത് എനറോബിക് ഡൈജസ്റ്റേഴ്സിൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പം മെത്തനോ ബാക്ടീരിയം പോലുള്ള മെത്തനോജൻസ് ആണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത്. സോ എ ഓപ്ഷൻ ഈസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 33. Treatment of wastewater is done by dash naturally present in the sewage. Treatment of wastewater is done by water, heterotrophic microbes, chlorine, antibiotics. ഏതാ വരുന്നത്? നാച്ചുറലി പ്രസൻറ്റ് ഇൻ ദ സീവേജ് കൊടുത്തിട്ടുണ്ട്. സോ ദർ ഈസ് heterotrophic microbes. ബി ഓപ്ഷനാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 34. നോക്കിയേ, which of the following enzymes catalyze the removal of nucleotides from the ends of DNA? അതായത് ഡി എൻ എയുടെ എൻഡുകളിൽ നിന്ന് ന്യൂക്ലിയോടൈഡിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നത് എക്സോന്യൂക്ലിയേസസിനാണ്. നമ്മൾ ജെറ്റിക് എഞ്ചിനീയറിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസുകളാണ്. അപ്പോൾ ഇത് ഡി എൻ എയുടെ എൻഡിൽ നിന്നാണ് ന്യൂക്ലിയോടൈഡ്സ് റിമൂവ് ചെയ്യുന്നത്. സോ റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയേസുകളാണ് കേട്ടോ, എക്സോന്യൂക്ലിയേസ്. ക്വസ്റ്റ്യൻ നമ്പർ 35. The transfer of genetic material from one bacterium to another through the mediation of a viral vector is termed as. ഓക്കെ, നമുക്ക് NCERT ഇല്ലാത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു ടേം ഇല്ല. പക്ഷേ ഹർഷേൻ ചേസ് എക്സ്പെരിമെൻറ്റിലൊക്കെ നമ്മൾ ആ തരത്തിൽ തന്നെയാണ് പഠിക്കുന്നത് കേട്ടോ. അങ്ങനെ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയും. അതായത് ഒരു ബാക്ടീരിയയുടെ ഡി എൻ എയുടെ കുറച്ച് ഭാഗം അതിനെ അറ്റാക്ക് ചെയ്യുന്ന വൈറൽ ഡി എൻ എയിൽ ഉണ്ടാവും. അപ്പോൾ ആ പുതിയൊരു ബാക്ടീരിയ അറ്റാക്ക് ചെയ്യുമ്പോൾ നേരത്തെയുള്ള ബാക്ടീരിയയുടെ ഡി എൻ എയും കൊണ്ടാണ് അത് പുതിയ ബാക്ടീരിയയിലേക്ക് കയറുന്നത്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ ഫ്രം ബാക്ടീരിയൽ സെൽ ടു ബാക്ടീരിയൽ സെൽ ബൈ മീൻസ് ഓഫ് വൈറസിനെയാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ, ട്രാൻസ്ഡക്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 36. Which of the given statements is correct in the context of observing DNA separated by agarose gel electrophoresis? Agarose gel electrophoresis ആലോചിച്ച് നോക്ക്. DNA can be seen in visible light. ഒരിക്കലും ഇല്ല. DNA can be seen without staining in visible light. പറ്റില്ല. എത്തിഡിയം ബ്രോമൈഡ് സ്റ്റെയിൻ DNA can be seen in visible light എന്ന് എഴുതിയോണ്ട് തെറ്റാണ്. എത്തിഡിയം ബ്രോമൈഡ് സ്റ്റെയിൻ DNA
can be seen under exposure to UV light എന്ന് പറയുന്നത് ശരിയാണ്. Okay. Then question number 37. The most important feature in a plasmid to be used as a vector is. ഒരു പ്ലാസ്മിഡിനെ വെക്ടറായിട്ട് ഉപയോഗിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഓറയുണ്ട്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്. എന്നാലേ നമുക്ക് ഡിസൈറബിൾ ജീനിനെ മൾട്ടിപ്പിൾ കോപ്പീസ് ആക്കി റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ Then, question number 38. BT cotton is not. BT cotton AGM plant, genetically modified plant ആണ്, insect resistant ആണ്, bacterial gene expressing system ഉണ്ട്, crystal protein ഉണ്ടാക്കുന്ന ക്രൈ ജീൻ നമ്മൾ അങ്ങനെയുള്ള ക്രോപ്പ് പ്ലാന്റ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റെസിസ്റ്റൻറ്റ് ടു ഓൾ പെസ്റ്റിസൈഡ്, അത് പറ്റില്ല. പെസ്റ്റിസൈഡുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടല്ലല്ലോ നമ്മൾ BT കോട്ടൺ. ബോൾവേം പോലൊക്കെയുള്ള കാറ്റർപില്ലേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, ഇൻസെക്ട്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ BT കോട്ടൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ D ഓപ്ഷനാണ് ആൻസർ. ദാൻ ക്വസ്റ്റ്യൻ നമ്പർ 39. C-peptide of human insulin is. C-peptide, a part of mature insulin molecule. Mature insulin ഇല്ല, responsible for formation of disulfide bridges. അത് A ചെയിനും B ചെയിനും കൂടാണ്. Removed during maturation of pro-insulin to insulin. That is answer. Then responsible for its biological activity. അല്ല, C. മെച്വർ ഇൻസുലിനിൽ A ചെയിനും B ചെയിനും മാത്രമേ ഉള്ളൂ, C പെപ്റ്റൈഡ് ഇല്ല, റിമൂവ് ചെയ്യപ്പെടുകയാണ്. സോ C ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. GIAC സ്റ്റാൻഡ്സ് ഫോർ GIAC. അതിൻ്റെ എക്സ്പാൻഷനാണ്, ടെക്സ്റ്റ് തന്നെയുള്ളതാണ്. ജീനോം എഞ്ചിനീയറിംഗ് ആക്ഷൻ കമ്മിറ്റി അല്ല, ഗ്രൗണ്ട് എൻവയോൺമെൻറ്റ് ആക്ഷൻ കമ്മിറ്റി അല്ല, ജെനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ദാറ്റ് ഇസ് ആൻസർ. ജെനറ്റിക് ആൻഡ് എൻവയോൺമെൻറ്റ് അപ്രൂവൽ കമ്മിറ്റി അല്ല. സോ C ഓപ്ഷനാണ് ആൻസർ. ഓക്കെ. Then question number 41. In a logistic growth curve, an asymptote is obtained when? Okay, asymptote എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പോപ്പുലേഷൻ ഗ്രോത്ത് നടക്കുകയല്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ. ലോജിസ്റ്റിക് ഗ്രോത്തിൽ എസ് ഷേപ്ഡ് ഗ്രോത്ത് കർവ് വരുമ്പോൾ ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഡെൻസിറ്റി നിൽക്കും. സോ K is equal to N ആണ് ആൻസർ. അപ്പോൾ അത്രേ പറ്റുള്ളൂ. ആ ഒരു എല്ലാ എൻവയോൺമെൻറ്റിനും ഒരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് നോക്കുമ്പോൾ. അപ്പം അതിനനുസരിച്ച് പോപ്പുലേഷൻ സൈസ് നിൽക്കത്തുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 42. അഡാപ്റ്റേഷൻ ക്യാൻ ബി ബിഹേവിയറൽ ആകാം, മോർഫോളജിക്കൽ ആകാം, ഫിസിയോളജിക്കലിയോ ആവാം. പലതരത്തിലുള്ള അഡാപ്റ്റേഷൻ ഉണ്ടല്ലോ. സോ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 43. Mycorrhizae are the examples of. Mycorrhiza എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫഞ്ചൈ ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ മ്യൂച്വലിസം ആണ് വരേണ്ടത്. അമൻസാലിസം, കമൻസാലിസം, പാരസിറ്റിസം ഒന്നുമല്ല, മ്യൂച്വലിസം. ബി. Then question number 44. Mass of living matter at a trophic level in an area at any time is called standing crop. അതും അതേ ഡെഫിനിഷൻ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചോണം. നമുക്കെപ്പോഴും സ്റ്റാൻഡിങ് സ്റ്റേറ്റും സ്റ്റാൻഡിങ് ക്രോപ്പും കൂടെയാണ് മാറുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ സ്റ്റാൻഡിങ് ക്രോപ്പ് A ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 45. Which one of the following is not a gaseous biochemical cycle in ecosystem? Oxygen cycle, നൈട്രജൻ സൈക്കിൾ, കാർബൺ സൈക്കിളൊക്കെ ഗേഷ്യസ് ഫോമാണ്. ഫോസ്ഫറസ് സൈക്കിളാണ് സെഡിമെൻ്ററി കേട്ടോ. B ഓപ്ഷൻ. അടുത്ത 46. ഐഡൻറ്റിഫൈ ദ പോസിബിൾ ലിങ്ക് A ഇൻ ദ ഫോളോയിങ് ഫുഡ് ചെയിൻ. ഒരു ഫുഡ് ചെയിനാണ്. പ്ലാന്റ്, ഇൻസെക്ട്, ഫ്രോഗ്, A, ദെൻ ഈഗിൾ. അപ്പോൾ A എന്ന് പറയുന്നത് എന്താവാന്നാണ്. ഫ്രോഗിനെ കഴിക്കുക എന്നതാരാ, അതിനെ ഈഗിളാണ് കഴിക്കുന്നത്. അപ്പോൾ റാബിറ്റ്, ഫ്രോഗിനെ റാബിറ്റ് കഴിക്കൂലല്ലോ. ഉൾഫ് വേണേൽ കഴിക്കാം, പക്ഷെ ഉൾഫിനെ ഈഗിളിന് കൊത്തിയെടുത്ത് പോകാൻ പറ്റുകയില്ല. പാരറ്റ് ഫ്രോഗിനെ കഴിക്കുകയില്ല. കോബ്ര, സ്നേക്കാണ് ഫ്രോഗിനെ കഴിച്ച്, ഈഗിളിന് കോബ്രയെ കഴിക്കാം. അപ്പോൾ കോബ്രയാണ് അതിനകത്ത് ആൻസർ. C. Then question number 47. Which one of the following areas is a hotspot of biodiversity in India? ഹോട്ട്സ്പോട്ട് 3 ഇന്ത്യയിലുള്ളത്. സുന്ദർബൻസ്, വെസ്റ്റേൺ ഗട്ട്സ്. അപ്പോൾ ഇത് 2 തന്നിരിക്കുന്നതിൽ 2, both A and B. Okay. Then question number 48. Okay. Which one of the following areas is a hotspot of അതല്ല ഇപ്പോൾ പറഞ്ഞത് 48 ആണ്. Which one of the following is an example of ex situ conservation?
നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, സേക്രഡ് ഗ്രൂവ് ഒക്കെ ഇൻസിറ്റു ആണ്. അതായത് പ്ലാന്റ്സിനായാലും അനിമൽസിനായാലും നമ്മൾ എവിടെ വെച്ചാണോ അവരുടെ ബർത്ത് പ്ലേസ് എവിടെയാണോ അവിടെ വെച്ച് കൺസർവ് ചെയ്യുക. സീഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവിട്രോ ആയിട്ട് സീഡുകൾ കൺസർവ് ചെയ്യുന്ന അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് കൺസർവ് ചെയ്യുന്ന സ്ഥലങ്ങൾ സീഡ് ബാങ്ക്. എക്സിറ്റു സി. ദാൻ ക്വസ്റ്റ്യൻ നമ്പർ 49. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, BOD എന്ന് പറയും, ഇൻ എ റിവർ വാട്ടർ ഹാസ് നോ റിലേഷൻഷിപ്പ് വിത്ത് കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ദ വാട്ടർ. പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. ഗിവ്സ് എ മെഷർ ഓഫ് സാൽമണല്ല ഇൻ ദ വാട്ടർ. ഉണ്ടാവും. സാൽമണല്ല കൂടുതലാണ് എങ്കിൽ BOD കൂടുതലായിരിക്കും. കാരണം ഡീകമ്പോസേഴ്സ് കൂടുതലാണെങ്കിൽ BOD കൂടുതലാണെന്നാണ്. ദെൻ അല്ല, ഗിവ്സ് എ മെഷർ ഓഫ് സാൽമണല്ല ഇൻ ദ വാട്ടർ. ഓക്കെ. റൈറ്റ്. സാൽമണല്ല ഇത് ഹെറ്ററോട്രോഫ് ഡികമ്പോസർ അല്ലല്ലോ, അപ്പോൾ പിന്നെ വരില്ല കേട്ടോ. അതല്ല ആൻസറേ. അല്ലല്ല, സാൽമണല്ലല്ലോ. ഹെറ്ററോട്രോഫിക് ആയിട്ട് ഡികമ്പോസർ ബാക്ടീരിയകളായിരിക്കണം. ഇൻക്രീസസ് വെൻ സീവേജ് ഗെറ്റ്സ് മിക്സ്ഡ് വിത്ത് റിവർ വാട്ടർ. അതൊക്കെ അത് ശരി. റിമൈൻസ് അൺചേഞ്ച്ഡ് വെൻ ആൽഗൽ ബ്ലൂം ഒക്കെ. ആൽഗൽ ബ്ലൂം ഒക്കെ വരുമ്പോഴത്തേക്കും BOD കൂടുക ചെയ്യുന്നത്. അപ്പം C ആണ് ആൻസർ. C. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 50. മോൺട്രിയൽ പ്രോട്ടോക്കോൾ എയിംസ് അറ്റ്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ അല്ല, കൺട്രോൾ ഓഫ് വാട്ടർ പൊല്യൂഷൻ അല്ല, കൺട്രോൾ ഓഫ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ അല്ല, റിഡക്ഷൻ ഓഫ് ഓസോൺ ഡെപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. ഓസോൺ ലെയർ കൺസർവ് ചെയ്യാതെ ഉദ്ദേശം. സോ D ഓപ്ഷൻ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഒരുപാട് CUET എക്സാംസ് ഇതിനോടകം തന്നെ നിങ്ങൾ മോഡൽ എക്സാം എഴുതി അല്ലേ? 3 എഴുതി. അതിൽ നിന്ന് തന്നെ നിങ്ങൾ കുറേ പോർഷൻസൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ പോർഷൻസൊക്കെ നിങ്ങൾ വാശി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനിയും എക്സാംസ് ഉണ്ട്, എഴുതുക. എല്ലാ എക്സാമും എഴുതുക. ഈ ലേണിംഗ് ആപ്പിലൊക്കെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുമോ അത്രത്തോളം നമുക്ക് എക്സാം ഈസി ആയിരിക്കും. ഓക്കെ. അപ്പം വീണ്ടും നമുക്ക് കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.